എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി, മനുഷ്യന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ആത്യന്തിക സുഖം ലഭിക്കുവാൻ വേണ്ടിയിട്ടല്ലേ മതങ്ങളും ദൈവങ്ങളും എല്ലാം. എന്നാൽ ഇന്നത്തെ കാലത്ത് മതങ്ങളും ദൈവങ്ങളുമാണ് മനുഷ്യ സമൂഹത്തിൽ സമാധാനം കെടുത്തുന്നത് എന്ന്. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, എല്ലാ മതവും കൊണ്ടും അല്ലെങ്കിൽ മതധർമ്മങ്ങൾ കൊണ്ട്, ആ ഈശ്വരീയ വചനങ്ങൾ കൊണ്ട് ലോകത്തിന് ആത്യന്തികമായ സുഖത്തെയും സന്തോഷത്തെയും ശാന്തിയെയും പ്രാപിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം മതം നോക്കൂ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. സ്വയം സമാധാനം നേടുക, ദേശത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും സമാധാനവും നന്മയാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. അപ്പോൾ അത് ഉദ്ഘോഷിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും സമാധാനമാണ്. അതുപോലെ ക്രൈസ്തവ മതം, ക്രിസ്തുമതം എന്താണ് അനുശാസിക്കുന്നത്? സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. എല്ലാവരോടും സന്മനസ്സുള്ളവരാകാനുള്ള പ്രേരണയും ഉത്ബോധനവും ചെയ്യുന്നുണ്ട് ക്രിസ്തുമതം. അപ്പം അതിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? സമാധാനമാണ്. സനാതന ധർമ്മം എടുക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട, സമാധാനവും സുഖവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ലോകാസമസ്ത സുഖ്നോ ഭവന്തു എന്നാണ് പറയുന്നത്. ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ശാന്തികൾ ലഭിക്കട്ടെ. ഓം ശാന്തി 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 എന്നുള്ള മന്ത്രമുള്ള സനാതന ധർമ്മം. തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് ആത്യന്തികമായ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സമാധാനമില്ലാത്തത് എന്താണ് പ്രശ്നമെങ്കിൽ അത് പഠിക്കേണ്ട രീതിയിൽ ഇതൊന്നും പഠിക്കുന്നില്ല. വിപരീതമായിട്ട് എന്തൊക്കെയോ അവരവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ മതങ്ങളും മതഗ്രന്ഥങ്ങളും. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത് സമാധാനക്കേടായി മാറുന്നത്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നു, 8ഓളം വരുന്ന അംഗങ്ങൾ യോഗയുടെ ഭാഗമായിട്ട് സമാധി വരെയുള്ളതുണ്ട്. ആ സമാധി വരെയുള്ള അവസാനത്തെയാണ് സമാധി. അങ്ങനെയുള്ള 8 അംഗങ്ങൾ ചേർന്നതാണ് യോഗം. അഷ്ടാംഗങ്ങളെക്കാൾ ഉപരി യോഗ എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ്. മനസ്സിൻ്റെ ബുദ്ധിയുടെ ആ ചിത്തവൃത്തികൾ ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, മനസ്സ് തന്നെയാണ് ഒരാളുടെ ശത്രുവും, മനസ്സ് തന്നെയാണ് മിത്രവും. ആ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ മോക്ഷത്തിലെത്തിക്കാനും അതുപോലെ ആത്മാവിനെ ബന്ധനസ്ഥനാക്കിയിട്ട് ജന്മജന്മാന്തരങ്ങൾ എടുത്ത് അധപ്പതിക്കാനും മനസ്സിന് സാധിക്കും. മനസ്സിൻ്റെ നിയന്ത്രണമാണ്. മനസ്സിന് ശാന്തി പ്രാപിക്കണം, മനസ്സ് ശുദ്ധമാക്കി തീർക്കണം, അന്ധക്കരണം ശുദ്ധമാക്കി തീർക്കണേ വഴിയുള്ളൂ. പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക, സ്വമതത്തെ സ്വധർമ്മത്തെ, എന്നിട്ട് ആചരിക്കുക. ഓരോ വ്യക്തികളും സ്വയം ഇത് ആചരിക്കുക, സ്വയം നന്നാവുക. അങ്ങനെ സമൂഹത്തെയും രാഷ്ട്രത്തെയും ലോകത്തെയും നന്നാക്കാൻ സാധിക്കുകയുള്ളൂ മതത്തിലൂടെയും മതഗ്രന്ഥത്തിലൂടെയും. അല്ലാതെ മതമോ മതഗ്രന്ഥങ്ങളോ അല്ല പ്രശ്നം. അതിനകത്ത് ആളുകൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാതെ തെറ്റായ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ദോഷങ്ങളെല്ലാം ആരോപിക്കപ്പെടുന്നത് ഉണ്ടാകുന്നത്.